ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിലേക്ക് പോവാല്ലേ. നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് ഇത് മനസ്സിലായിണ്ടാവും. തറവാട്ട അമ്പലത്തിലെ കള തുടങ്ങി കേട്ടോ. അതിൻ്റെ പരിപാടിയാണ് ഇത്. അപ്പോൾ ഞങ്ങളെല്ലാം പോയിരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ അവൻ പേടിക്കുന്നിരുന്നു കേട്ടോ. ആണെങ്കിൽ അവൻ പേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ നല്ലോണം അതെല്ലാം മേടിക്കാൻ നോക്കിയിട്ട് അവിടേക്ക് ഇരുന്നു കേട്ടോ. ഇത് വന്ന് താളെ എടുക്കുന്നതിന് പറഞ്ഞു. കുറേ പേര് ഇരുന്നുണ്ട് കേട്ടോ. അവർ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ വീണ്ടും ഇവിടേക്ക് വന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇരുന്നിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. ഇങ്ങനത്തെ പരിപാടിയാണ് നിങ്ങളുടെ അമ്പലത്തിൽ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ അമ്മ, പട്ടിമാളു, മേമ എല്ലാവരും കൂടിയിട്ട് താളെ എടുത്തിരുന്നു കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടെല്ലാം എനക്കൊന്നും അത്ര ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചു വെച്ചത് വരെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെല്ലാം കാണും കേട്ടോ. ഇതിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇതുപോലെ പരിപാടിയെല്ലാം കണ്ടതല്ല. ഇത് മുത്തപ്പൻ്റെ കലമെന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നെ ഓരോരോ ദിവസവും ഓരോരുത്തർ സ്വാമിയുടെ കല ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ. 10 ദിവസമെല്ലാം പരിപാടി 15 ദിവസം വരെ ഉണ്ടാവും. ഈ പ്രാവശ്യം വന്നിട്ട് 6 കലമെന്ന് നനക്കാട്ട് 22 തൊട്ട് 28 വരെ ആണ് കേട്ടോ ഈ കള നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓരോരോ ദിവസവും ഓരോരോ സ്വാമിനെ അവിടേക്ക് വരച്ചിട്ട് ഓരോരോ കള ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ. അതൊക്കെ തുള്ളി വരണവർ മാറി മാറി തുള്ളുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നാഗക്കല ഉണ്ട്, പിന്നെ കുറേ സ്വാമിയുടെ പേരെല്ലാം പറഞ്ഞിട്ടോ. അത് എനിക്ക് അത്ര ഒന്നും ഓർമ്മയില്ല. നാഗക്കല മാത്രം ഉണ്ട് കേട്ടോ. അതെന്താണെങ്കിൽ അത് കളത്തിലെ അമ്മ തുള്ളിട്ടോ. അതിൻ്റെ കാരണമാണ്. പിന്നെ അങ്ങനെ ഞാൻ ഇതെല്ലാം ചോദിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ പരിപാടികളായിരുന്നു. എനിക്ക് വ്യത്യാസമായിട്ടിരുന്നു കേട്ടോ. ഞാനത് നല്ലോണം എൻജോയ് ചെയ്തിട്ട് കണ്ടിട്ടിരുന്നു. അവനാണ് അങ്ങനെ ആ ഡെയിലി കളറെല്ലാം എടുത്ത് വീഡിയോ ഇടാം കേട്ടോ. മറക്കാതെ എല്ലാവരും കാണുന്നോളേ. ആണെങ്കിലും ഒരു കുഴപ്പമുണ്ട് കേട്ടോ. തുള്ളി വരുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലയാണ് പറഞ്ഞിട്ടോ. അതിൻ്റെ കാരണം ഞാൻ തുള്ളി വരതെല്ലാം വീഡിയോ എടുത്തിട്ടില്ല. തുള്ളെല്ലാം കളിഞ്ച പിന്നാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ എല്ലാം അങ്ങനെ എടുത്ത് ഇടാൻ പാടില്ലയാണ് ഇവരെല്ലാം പറഞ്ഞിട്ടോ. അതിൻ്റെ കാരണം എടുത്തിട്ടില്ല. ഇവർ ആ ഡ്രോയിങ് സ്വാമി വരച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ സുറ്റിയിട്ട് കുറേ താമ്പല തട്ടും പിന്നെ പൂവെല്ലാം ഇട്ടിട്ട് കുറേ പരിപാടിയെല്ലാം ചെയ്തിട്ടോ. പൂജയെല്ലാം കുറേ ചെയ്തു. നെരുപ്പ് വെച്ചിട്ടും കുറേ പൂജയെല്ലാം ചെയ്തിട്ടോ. ആണെങ്കിലും എനിക്ക് എതും മനസ്സിലായിട്ടില്ല. ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. നമ്മളിൽ കാണുന്നവർ എന്നിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നെക്സ്റ്റ് എന്താവോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതാണ് കേട്ടോ എനിക്കിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഇരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ കരച്ചിലും അവൻ്റെ വാശിയും കുറച്ചിരുന്നു കേട്ടോ. അവൻ ഒരിടത്തിൽ ഇരിക്കുന്നില്ല. ആണെങ്കിലും അതെല്ലാം കുറച്ച് ഞാൻ കാണിച്ചിട്ട് ഇരുത്തി വിടുമ്പോൾ അവൻ പതുക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ പാല് ബാട്ടിലിട്ട് എടുത്തിട്ട് പോയിരുന്നു. അതങ്ങനെ അവനക്ക് ഫീഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവനെ ഉറക്കിട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കുറേ കഥ പറഞ്ഞിട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ എവിടം വരെ പോകുന്നേ മതിയാവുതൊളിയെന്നും താനരുൾ ചെയ്യുന്നു ഒരു നേരത്തല്ലേ. ഇതിനേതും വേണ്ടതില്ലല്ലോ എൻ്റെ ഉണ്ണി ശ്രീപുര മക്കളെ. നിങ്ങളിവിടെ തന്നെ നിലവാർത്താലും വേണ്ടില്ല. ഞാനൊരു കുളികുറി ദൈവാരിത മൂന്നോട്ടും കഴിക്കട്ടെ എന്നും ചൊല്ലി വയറ്റാട്ടി നല്ലങ്ക മാതാവല്ലേ. വയറ്റാട്ടി മാതാവിൻ്റെ കശാലയിലൂടെ കടന്നോട് കുളപ്പും കുളവാരം കടവിറങ്ങി കുളിയും കഴിഞ്ഞു. വലിയോരു കൊണ്ടെടുത്തെടുത്ത് ചെറിയോരു കൊണ്ടെടുത്ത് ഏറാപ്പും ചമച്ച് തൻ്റെ വയറ്റാട്ടി നല്ലങ്ക മാതാവല്ലേ. കൊച്ചുകുട്ടികളുടെ കൊടുവള്ളി മുറിക്കുന്ന നാദകനെന്ന കിളിക്കത്തിയിടത്തുൾമുടിയിൽ വെച്ചിരുന്ന വിരുവിത്തും പുതിയോരു പുതുക്കലും കൊടുത്തു. ആദ്യ പുറത്തിരിക്കുന്ന ഉണ്ണിമുഖൻ മൂക്കൻ ചാത്തൻ്റെ തിരുമുമ്പാകയില്ലെന്ന് അവർ ചൊല്ലുന്നു ഒരു നേരത്ത്. ഞാനെന്ന് കോട്ടക്കുന്ന നല്ല തലമുടർവാട്ടിൽ ചെല്ലും മുപ്പാട്. തള്ളയെങ്ങാനും പെറ്റുപോയെങ്കിലും ഉറവിളയെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണമേ എന്നും താനുള്ള നേർച്ച വഴിപാടുകളെല്ലാം നേർന്നൊഴിഞ്ഞു വെച്ച് കാണുന്നു ഒരു നേരത്തല്ലേ. വയറ്റാട്ടി മാതാവല്ലേ. വയറ്റാട്ടി മാതാവിൻ്റെ അകശാലകളെല്ലാം അടച്ചുകൂട്ടി പുറത്തിറങ്ങി. നടന്നാലും എൻ്റെ ഉണ്ണി ശ്രീപുര മക്കളെ പോന്നാലും എൻ്റെ വയറ്റാട്ടി നല്ലങ്ക മാതാവേ എന്നും ചൊല്ലി വയറ്റാട്ടി മാതാവിൻ്റെ ചെമ്പിട്ടാമ്പോർപൊടി മൂടി ഇടകടക്കുന്നു ഒരു നേരത്തല്ലേ. വയറ്റാട്ടി നല്ലങ്ക മാതാവല്ലേ. കോട്ടകുന്ന നല്ല മുടർവാടിൻ്റെ തിരുമുറ്റത്ത് ചൊല്ലുന്നു ഒരു നേരത്തല്ലേ. ചെവിയോട് ചെയ്വാർത്തു നിൽക്കുന്നു ഒരു നേരത്ത്.
തള്ളയുടെ ഈറ്റുവിളിയെ കേൾപ്പതുള്ള പള്ളികൾക്കും ഒരു ലോസ്യവും കേൾപ്പതില്ല. തിരുമനം കൊണ്ടൊന്ന് നേർതെളിഞ്ഞ് നിലവാർക്കുന്നു ഒരു നേരത്തല്ലേ. അന്നേരത്തിലെ തന്റെ നല്ല അച്ഛനല്ലേ അരുൾ ചെയ്തല്ലയോ എന്റെ വയറ്റാട്ടി മാതാവേ. നിങ്ങൾ ഇന്നുണ്ടിട്ടാണോ തുടർന്ന് തുണ്ണാതെയാണോ തുടർന്ന് ഞാൻ ഇന്നലെ ഒരു വീട്ടിന് പോയി. തൃപ്പക്ഷ്ണിയാകുന്നല്ലോ ഉണ്ണുവാനുള്ള സമയമുണ്ടല്ലോ. ഉണ്ടിട്ട് തുടർന്നതല്ലേ ആത്മമുള്ള ഉണ്ണാതെ തുടർന്നത് ആത്മശുദ്ധിക്ക് കേടാകുന്നല്ലോ എന്റെ നല്ല അച്ഛ. എന്നും താൻ അരുൾ ചെയ്യുന്നു ഒരു നേരത്തല്ലേ. ഇതിനെ കേട്ടതെന്റെ നല്ല അച്ഛനല്ലേ വയറ്റാട്ടി മാതാവിന് വേണ്ടുന്ന ചോറും ഒരു കറികളെല്ലാം ഒരുക്കി പോവൻ വാഴയില വെട്ടി. വയറ്റാട്ടി മാതാവിനിയല്ലേ അന്നത്തിന്റെ വലഭാഗം കൊണ്ടരയിരുത്തി. വയറ്റാട്ടി മാതാവല്ലേ ചോറ് തൊട്ടു നീർ തൊട്ടു ചോറ്റിലമ്പനം ഭോജനം നീക്കി വെച്ചു. കുത്തുചോറുണ്ട് കൊടുത്ത് തന്നെ നേർക്കുടി കഴിയുന്നു ഒരു നേരത്തല്ലേ. ഉണ്ടുണ്ട് പാതി നേരം ചെല്ലുന്നു ഒരു നേരത്ത്. അന്നേരത്തല്ലേ ശ്രീയമ്പല കന്യാവിനല്ലേ ആര്യനോ സൂര്യനോ പിള്ളേമേ തട്ടിയോ നോക്കളെല്ലാം ഒന്ന് കെട്ടുകെട്ടും വന്നിയുടെ അടുത്ത് കാണുന്നു ഒരു നേരത്തല്ലേ. അന്നേരത്തല്ലേ തന്റെ നല്ല കന്യാവില്ലേ ചെയ്തല്ലയോ എന്റെ വയറ്റാട്ടി നല്ല അംഗമാതാവേ. നിങ്ങൾ ഇന്ന് എന്നെ മോഹിച്ചു പോന്നോ ചോറ് മോഹിച്ചു പോന്നോ. പൊന്നുണ്ടെങ്കിലല്ലേ പൊരുളുള്ളൂ ആളുണ്ടെങ്കിലല്ലേ അർത്ഥമുള്ളൂ. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് നാളേക്കും നീളേക്കും ചോറുള്ളൂ എന്റെ വയറ്റാട്ടി നല്ല അംഗമാതാവേ. എന്നും താൻ അരുൾ ചെയ്യുന്നു ഒരു നേരത്തല്ലേ. ഇതിനെ കേട്ടതെന്റെ വയറ്റാട്ടി നല്ല അംഗമാതാവല്ലേ. ഉണ്ട കൈയും നിലത്തടിച്ചു വേണ്ടാത്ത ചോർണം കൈ വഴങ്ങി തെക്കേ പുറത്ത് നേർവാഴ കുറലും കൊണ്ടുവച്ചു. കൈവായ മുഖം ശുദ്ധീശിതം വരുത്തി കുഞ്ഞിണ്ണത്തിലെണ്ണയും കുത്താമ്പാളയിൽ ചൂടുള്ള വെള്ളവും എടുത്ത് എണ്ണയും വെള്ളവും കൂടുള്ളം കയ്യിലിട്ട് വേദിച്ച് അഞ്ചെണ്ണ കുഴമ്പാക്കി കന്യാവിന്റെ ഏക്കിന് വക്കിന് തണ്ടൽ മുതുകത്ത് വലം മറികിനിടം മറികിന് നാവിക്ക് കൊണ്ടൊരു മെഴുക്കെറിഞ്ഞ് കാണുന്നു ഒരു നേരത്തല്ലേ. മേൽവയറ്റിൽ കിടക്കുന്ന പിള്ളയെ ഒഴിഞ്ഞ് കീഴ്വയറ്റിൽ സ്ഥാപിച്ചു. കീഴ്വയറ്റിൽ കിടക്കുന്ന പിള്ളയെ ഒഴിഞ്ഞ് പൊക്കിളിന് നേരെ നിലവാർത്ത് കാണുന്നു ഒരു നേരത്തല്ലേ. ഓരടി പോലും നടന്നുകൂടാൻ പറ്റാത്ത തന്റെ കന്യാവ് ഇതാണ് കേട്ടോ. എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അത് കളിഞ്ഞിട്ട് ഉടനെ അവർ തുള്ളാണ് തുടങ്ങിട്ടോ. ആ പാട്ട് കളിഞ്ഞിടുമോ അവർ തുള്ളിയിട്ട് ഇതോ അവിടെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ എടുത്തത്. തുള്ളി വരെ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെല്ലാം എടുത്തിട്ട് വന്നിടുമ്പോൾ അവരിടെല്ലാം പ്രസാദമെല്ലാം കൊടുത്തിട്ടോ. അരി വഴുത്തതും പുട്ടും പിന്നെ കടല ഇതെല്ലാം കൊടുത്തു. പിന്നെ അതെല്ലാം മേടിച്ചിട്ട് ഇവിടെ കുരിയെല്ലാം പറയുന്നുട്ടോ. എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും താനെ വിളിക്കുന്നില്ല. അവരുടെ അടുത്ത് പോയി ഇരുന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവർക്കും കുരിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടോ. പിന്നെ അമ്മയെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഏതും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അണിച്ചിട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയുള്ളൂ. നാളെ കളത്തിൽ കാണാം. ഇപ്പോൾ വായിട്ടാട്ടാ.